ഈശോയിൽ സ്നേഹമുള്ള അച്ഛന്മാർ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാർ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സിസ്റ്റേഴ്സ്, അൾത്താര ശുശ്രൂഷകൻ, എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഈ കൂട്ടത്തിലുള്ള എല്ലാ ഫ്രാൻസിസ് സേവർ അല്ലെങ്കിൽ സേവർ എന്ന പേരുള്ള എല്ലാവർക്കും വിശുദ്ധൻ്റെ പ്രത്യേക മാധ്യസ്ഥ സഹായം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ജോസഫ് അച്ഛന് പ്രത്യേകം നന്ദി പറയുന്നു. ഈ കുർബാനയിലുള്ള അവസരം അച്ഛൻ എന്നെ വിഷയാനായിട്ട് അച്ഛൻ പ്രയോജനപ്പെടുത്തി. ഒത്തിരി നന്ദി അച്ഛ. ഫ്രാൻസിസ് സേവറിൻ്റെ മാധ്യസ്ഥ ശക്തി വളരെ വലുതാണ്. നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു അനുഗ്രഹമാണ് പുണ്യവാളൻ്റെ ശുശ്രൂഷ നമുക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ അങ്ങനൊരു തീർത്ഥാടന കേന്ദ്രം നമുക്കുള്ളത്. അല്ലെങ്കിൽ എന്ത് പ്രത്യേകതയാണ് ഭാരതത്തിനുള്ളത്. വിശുദ്ധ ഫ്രാൻസിസ് സേവറിൻ്റെ അത് അങ്ങനെ ഭൗതിക ശരീരമുള്ള അങ്ങനെ ഒരു വിശുദ്ധനെ നമുക്ക് ലഭിച്ചത്. ഈ ദിവസങ്ങളിലൊക്കെ ആളുകൾ അങ്ങോട്ട് നല്ല തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും നമ്മുടെ ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ ആളുകളുണ്ട്. ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, ചിലപ്പോൾ ഇന്ന് ആളുകൾ കുറവായിരിക്കും, എല്ലാവരും ഗോവയ്ക്ക് പോയി കാണും എന്ന്. നിങ്ങൾ ഈ ശുശ്രൂഷയിൽ വന്ന് ചേർന്നതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. 15 വയസ്സ് വ്യത്യാസമുണ്ട് വിശുദ്ധ ഇഗ്നേഷ്യസിനും വിശുദ്ധ ഫ്രാൻസിസ് സേവറിനും തമ്മിൽ. 18-19 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അവർ തമ്മിൽ കണ്ടുമുട്ടുന്നത്. അപ്പോൾ നല്ല സമ്പന്ന കുടുംബത്തിൽ ജനിച്ച, പഠനത്തിന് പ്രാധാന്യം കൊടുത്ത് അങ്ങനെ മുന്നോട്ട് വന്ന് വിശുദ്ധ ഫ്രാൻസിസ് സേവറിനോട് മത്തായിയുടെ സുവിശേഷം 16-26 വാക്യം, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? ഇത് ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ടാകണം. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക. ഈ വിശുദ്ധ ഇഗ്നേഷ്യസ് ഒത്തിരി തവണ ഈ വചനം പറഞ്ഞിട്ടുണ്ട്. കുറേ പ്രാവശ്യം ഇത് കേട്ടതിന് ശേഷമാണ് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ അല്ലെങ്കിൽ പ്രേക്ഷിത ചൈതന്യത്തിൻ്റെ ഫലങ്ങൾ വിശുദ്ധ ഫ്രാൻസിസ് സേവറിൽ ഉണ്ടായത്. അദ്ദേഹത്തിനത് ബോധ്യമായി. ആദ്യമൊക്കെ വിശുദ്ധ ഇഗ്നേഷ്യസിനെ അദ്ദേഹം അവോയ്ഡ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുക. ഇതെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശല്യം പോലെ തോന്നിയിട്ടുണ്ട് പുണ്യവാളന്. പിന്നീടത് മാനസാന്തരത്തിൻ്റെ ഫലമായി. നമ്മുടെ കേരളത്തിൽ കരിസ്മാറ്റിക് ശുശ്രൂഷയ്ക്ക് ആരംഭിച്ചത് പോട്ട ഡിവൈൻ ധ്യാന കേന്ദ്രം ആണല്ലോ. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു നല്ലൊരു ഗാനമുണ്ട്. മാനുഷാ നീ ലോകമഖിലം നേടിയെന്നാലും നിന്നാത്മനാശം വന്നു പോയാൽ എന്തു നേടും? ആത്മാവിനു പകരമായിട്ടെന്തു നൽകും നീ? ഈ ലോകസമ്പത്തൊന്നു ചേർന്നാൽ തികയുമോ വിലയായി? മാനുഷാ നീ ലോകമഖിലം നേടിയെന്നാലും നിന്നാത്മനാശം വന്നു പോയാൽ എന്തു നേടും? ഇത് ഈ വചനത്തിൻ്റെ ശക്തിയും അത് വളരെ വലുതാണ്. അപ്പോൾ അദ്ദേഹം ഇത് കേട്ട് പുസ്തകം പിടിച്ചുകൊണ്ട് നടന്നിരുന്നവനെ കുരിശ് പിടിക്കുന്നവനാക്കി മാറ്റി ദൈവം. പുസ്തകം പഠിക്കാനുള്ള പുസ്തകവും പിടിച്ചുകൊണ്ട് നടന്നിരുന്നവനെ, ഫ്രാൻസിസ് സേവറിനെ, ദൈവം കുരിശ് പിടിച്ചുകൊണ്ട് നടക്കുന്നവനാക്കി മാറ്റി. അത്രയും ഫലമാണ്. അതാണ് ആത്മരക്ഷ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആത്മാവിൻ്റെ രക്ഷ പ്രധാനപ്പെട്ട കാര്യമാണ്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 20-ാം വാക്യം നമുക്കറിയാം. ഒരാൾ എല്ലാം ശേഖരിച്ചു വെച്ചു, അറപ്പുരകൾ പൊളിച്ചു പണിത് എല്ലാം ശേഖരിച്ചു വെച്ചു. എന്നിട്ട് അവൻ തന്നെ പറഞ്ഞു, എനിക്ക് തിന്നുകുടിക്കാനുള്ളതായി, ഇനി എനിക്ക് ആസ്വദിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവനോട് ദൈവം ചോദിച്ച ചോദ്യമാണ്, ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും, അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? അപ്പോൾ ഇത് ആത്മരക്ഷ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ കൂദാശ എന്താണെന്നറിയാവോ? കൂദാശകൾ എന്നാൽ എന്ത്? അതിൻ്റെ അർത്ഥം, അതിൻ്റെ നിർവചനം, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ ആത്മാവിൻ്റെ പുണ്യപൂർണതയ്ക്ക് വേണ്ടി
കാണപ്പെടാത്ത പ്രസാദവരം തരുന്നതിന് ഈശോ മിശിഹ സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളങ്ങളാണ് കൂദാശകൾ. അപ്പോൾ വീണ്ടും നമുക്കൊരു ചോദ്യം വരും, എന്താണ് ഈ പ്രസാദവരം? കുമ്പസാരക്കൂട്ടിൽ ചിലരെന്നോട് ചോദിക്കാറുണ്ട്. ഒരാൾ കുമ്പസാരിക്കാൻ വന്നപ്പോൾ എനിക്ക് പാപമോചനം തരണം, എനിക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് പ്രസാദവരം കിട്ടാൻ വേണ്ടിയിട്ടും കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് കുമ്പസാരം ആരംഭിച്ചു. അങ്ങനെ വളരെ റയറായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാളിൽ നിന്ന് കേട്ടത് എനിക്ക് പ്രസാദവരം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് കുമ്പസാരം തുടങ്ങിയത്. അവനോട് എന്താണ് പ്രസാദവരമെന്ന് ഞാൻ ചോദിച്ചു. അവന് വലിയ പിടിയില്ല, നിർവചനം അറിയില്ല. എങ്കിലും ഞാൻ ആ കുമ്പസാരക്കൂട്ടിൽ വെച്ച് അവനെ പഠിപ്പിച്ചു എന്താണ് പ്രസാദവരം. നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഈശോ മിശിഹായുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ പിതാവായ ദൈവം നമുക്ക് നൽകുന്ന പ്രകൃതിക്കതീതമായ ഒരു ദൈവീക നന്മയാണ് പ്രസാദവരം. അത് കുമ്പസാരത്തിലൂടെയാണ് ലഭിക്കുന്നത്. പ്രസാദവരത്തിന് അത്രയും പവറുണ്ട്. ഒന്നോർത്ത് നോക്കിക്കേ, പിതാവായ ദൈവം നമുക്ക് പ്രസാദവരം തരാൻ വേണ്ടി ഈശോയെ കുരിശുമരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് തന്നതാണ് പ്രസാദവരം. അപ്പോൾ നോക്കിക്കേ, പ്രസാദവരത്തിന് ഈശോയുടെ കുരിശുമരണത്തോളം മൂല്യമുണ്ട്, പ്രാധാന്യമുണ്ട്, വിലയുണ്ട്. പ്രസാദവരത്തിന് ഈശോയുടെ കുരിശുമരണത്തോളം വിലയുണ്ട്. നമുക്കതൊന്നും വേണ്ട. പലപ്പോഴും നമ്മൾ പ്രസാദവരത്തിന് പ്രാധാന്യം, അങ്ങനെ ഒരു ദൈവിക അനുഗ്രഹത്തിന് പലപ്പോഴും നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടില്ല, എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. കുമ്പസാരിക്കാതെ നടക്കുന്നവരൊക്കെ ഈ പ്രസാദവരത്തിന് പ്രാധാന്യം കൊടുക്കാത്തവരാണ്. അതുകൊണ്ട് ആത്മരക്ഷ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു കൊന്ത വെഞ്ചരിക്കാൻ വേണ്ടി എൻ്റെ അടുക്കൽ വന്നു. പക്ഷേ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. ഒരു അമ്മയെ കണ്ടു, ഒരു സ്ത്രീയെ കണ്ടപ്പോഴും അവർ പറയാണ് ഭർത്താവ് കുടിച്ച് റൂമിൽ കിടപ്പുണ്ടെന്ന്. ഭർത്താവ് തീർത്ഥാടനത്തിന് വന്നിട്ട് ഭർത്താവ് കുടിച്ച് റൂമിൽ കിടപ്പുണ്ട്. അപ്പോൾ എന്തിനാ ഇവിടെ വന്നത്? അമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന്. അമ്മയെ കാണാൻ, പരിശുദ്ധ അമ്മയെ കാണാൻ വേണ്ടി. പക്ഷേ എന്നോട് ചില വൈദികർ പറഞ്ഞ കാര്യമാണ്, അവർക്ക് ദർശനത്തിൽ ബോധ്യപ്പെട്ടൊരു കാര്യമാണ്, ശുശ്രൂഷകളിൽ നല്ല മികവോടെ ശുശ്രൂഷ ചെയ്യുന്ന വൈദികർ വേദനയോടെ പറഞ്ഞൊരു കാര്യമാണ്, പരിശുദ്ധമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ്. ഇവിടെ പരിശുദ്ധമ്മയ്ക്ക് സങ്കടമാണ്. കാരണം മക്കൾ ആത്മരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. വിശുദ്ധൻ ആത്മരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ടാണ് വിശുദ്ധൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു. ഈ ബോധ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ വിശുദ്ധൻ്റെ ശുശ്രൂഷകളൊക്കെ വളരെ തീക്ഷ്ണതയുള്ളതായി. മാമോദീസ കൊടുത്ത് കൈകുഴഞ്ഞു എന്നാണ് പറയുക. വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും വിശുദ്ധൻ്റെ ശുശ്രൂഷയിലൂടെ സംഭവിച്ചിട്ടുണ്ട്. അനേകായിരങ്ങൾ മാമോദീസ സ്വീകരിച്ചു. ആത്മാക്കളെ രക്ഷിക്കുക, വേറൊന്നും വേണ്ട. അതുകൊണ്ട് പുണ്യവാളൻ ഇങ്ങനെ പറഞ്ഞു, ആത്മാക്കളെ തരിക, വേണ്ടതല്ല മറ്റുള്ളതെല്ലാം എടുത്തോളുക, എനിക്ക് ആത്മാക്കളെ മതി, ഒന്നും വേണ്ട, വേറൊന്നും വേണ്ട. ആത്മാക്കളെ തരിക, സർവ്വതും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, സർവ്വതും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, സർവ്വതും എടുത്തുകൊള്ളുക. നമ്മൾ മക്കളെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പരിശീലിപ്പിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ അപ്പനും അമ്മയും മക്കളുടെ ആത്മാക്കളെ ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് മക്കളുടെ ആത്മാവിനെ വേണം. മദ്യപിക്കുന്ന ഭർത്താവിന് വേണ്ടിയിട്ട് എനിക്ക് ഇയാളുടെ ആത്മാവിനെ വേണം, ഇയാൾ നശിച്ചു പോകരുതെന്ന് വിചാരിച്ചിട്ട് മദ്യപിക്കുന്ന ഭർത്താവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ടോ? നിങ്ങളെപ്പോഴും ഇങ്ങനെ എല്ലാം തട്ടിത്തെറിപ്പിച്ച് കളയാറുണ്ട് ചിലവർ. മദ്യപിച്ച് വരുന്നയാളെ അയാളോട് വഴക്കിട്ട് അയാളെയും ഇങ്ങനെ അരിശം കയറ്റി ചീത്ത പറയിപ്പിച്ച് അങ്ങനെ എത്രയോ സായാഹ്നങ്ങൾ, ദൈവാനുഗ്രഹത്താൽ നിറയ്ക്കേണ്ട സായാഹ്നങ്ങൾ അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ടില്ലേ? അപ്പോൾ ആത്മാക്കളെ നിങ്ങൾ നേടാൻ ശ്രമിച്ചിട്ടുണ്ടോ? നമ്മുടെ കുടുംബജീവിതത്തിൽ ആത്മാക്കളെ നേടാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഭർത്താവ് കുമ്പസാരിക്കുന്നില്ല, ഇവിടെ അങ്ങനെ മുറിയിൽ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ കുമ്പസാരിക്കുകയാണെങ്കിൽ മുട്ടുകുത്തുമ്പോൾ ഭർത്താവ് മുട്ടുകുത്താൻ വേണ്ടി കാഴ്ചവെക്ക്. ലോക മിഷണറി മധ്യസ്ഥരിൽ പ്രധാനനാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ.
വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെയൊക്കെ ചൈതന്യം ഇങ്ങനെ ആത്മരക്ഷകൾ നേടിക്കൊണ്ടിരുന്നു. കുറേ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ആത്മാക്കളിങ്ങനെ നേടിക്കൊണ്ടിരുന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും സാധിക്കുന്നൊരു കാര്യമാണ് ആത്മാക്കളെ നേടുക. കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ മകനുണ്ടെങ്കിൽ, പള്ളി വരാത്ത മക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ആത്മാക്കളെ തരിക എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ആത്മാക്കളെ തരിക, സർവ്വതും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, സർവ്വതും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, സർവ്വതും എടുത്തുകൊള്ളുക. ഒന്ന് ചേർന്ന് പാടാവോ? ആത്മാക്കളെ തരിക, സർവ്വതും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, സർവ്വതും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, സർവ്വതും എടുത്തുകൊള്ളുക. അപ്പം പുണ്യവാളൻ ഈശോയെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഈശോ മതി. ഈശോയ്ക്ക് വേണ്ടി എല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായി. ഈശോയെ നേടുക എന്നതാണ് പ്രധാനം. മക്കളെ UK-യിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പഠനത്തിലേക്കൊക്കെ വിടുമ്പോഴും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ, ഈശോയെ നേടാൻ, ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ? എല്ലാം നേടിയെന്നാലും ഈശോയെ നേടിയില്ലെങ്കിൽ ഒന്നും നേടിയില്ലല്ലോ, എല്ലാം നഷ്ടമാണല്ലോ. എല്ലാം നേടിയെന്നാലും ഈശോയെ നേടിയില്ലെങ്കിൽ ഒന്നും നേടിയില്ലല്ലോ, എല്ലാം നഷ്ടമാണല്ലോ. ഒന്നും നേടിയില്ലെങ്കിലും ഈശോയെ നേടിയെന്നാകിൽ ഒന്നും നഷ്ടമല്ലല്ലോ, എല്ലാം നേട്ടമാണല്ലോ. ഒന്നും നേടിയില്ലെങ്കിലും ഈശോയെ നേടിയെന്നാകിൽ ഒന്നും നഷ്ടമല്ലല്ലോ, എല്ലാം നേട്ടമാണല്ലോ. ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ആത്മരക്ഷയ്ക്കും ഈശോയ്ക്കും സഭയ്ക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കാൻ, അങ്ങനെ പ്രാധാന്യം കൊടുത്ത ആളുകളാണ് ഇതിനുവേണ്ടി അധ്വാനിച്ചിട്ടുള്ളത്. അവരെല്ലാം നേടിയെടുത്തിട്ടുമുണ്ട്. നമുക്കറിയാമല്ലോ, നല്ല കള്ളൻ്റെ പ്രാർത്ഥന. നല്ല കള്ളൻ അവസാന നിമിഷം അയാൾക്ക് ബോധ്യമായി. അതുകൊണ്ടാണ് അങ്ങ് സ്വർഗരാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. നമ്മൾക്കിതൊന്നും ബോധ്യമില്ലാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുന്നതും വേറെ കാര്യങ്ങളും പ്രാർത്ഥിക്കുന്നതും. നമുക്കതുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ആഗ്രഹിക്കാം, ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.